എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറക്കാതെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ കുറച്ച് വീഡിയോസ് നമ്മൾ അടുപ്പിച്ച് സ്കിൻ കെയർ ആണ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ഹെയർ കെയർ തന്നെ നമുക്ക് നോക്കാം. തംബ്നെയിൽ കണ്ടതുപോലെ നമ്മൾ ഇന്നൊരു ഹെയർ കെയർ ടിപ്പാണ് നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ തന്നെയാണ്. കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒരു അടിപൊളി ഹെയർ കെയർ ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡാൻഡ്രഫിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടിപ്പാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ ഡാൻഡ്രഫിനെ റിലേറ്റ് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ പറയാം. അതായത് നമുക്കിപ്പോൾ ഒരു പനി വരികയാണ്, ജലദോഷം വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പുറത്ത് വേറെ സ്ഥലത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മളൊരു 3-4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തല നനയ്ക്കാതിരിക്കും, അതായത് കുളിക്കാതിരിക്കും. നമ്മൾ മേല് കഴിവായിരിക്കും, പക്ഷെ നമ്മൾ പനിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വേറെ സ്ഥലത്തൊക്കെ പോകുന്ന സമയത്ത് വെള്ളം മാറി കുളിക്കുന്നവർക്ക് ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് ഒരു 4 ദിവസം അല്ലെങ്കിൽ 3-4 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തല നനയ്ക്കാതിരിക്കുമ്പോഴത്തേക്കും നോർമലി നമ്മുടെ തലയിൽ ഉണ്ടായിരിക്കുന്ന ഡാൻഡ്രഫിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ഡാൻഡ്രഫ് നമുക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് എനിക്ക് ഒരുപാട് ടൈമിൽ അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്കും. വളരെ ചുരുക്കം പേരാണ് ഒട്ടും ഡാൻഡ്രഫ് ഇല്ലാതെയും ഈ ഡാൻഡ്രഫിന്റെ ഇഷ്യൂസ് ഒക്കെ ഇല്ലാതെയും ഉള്ള ആൾക്കാർ. പക്ഷെ കൂടുതൽ ആൾക്കാരും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവർ തന്നെ ആയിരിക്കും. ജസ്റ്റ് നമ്മളൊന്ന് ചീപ്പെടുത്തൊന്ന് ചീകി നോക്കുമ്പോഴോ അല്ലെങ്കിൽ തലയൊന്ന് കുടഞ്ഞു നോക്കുമ്പോഴോ ഇങ്ങനെ ഡാൻഡ്രഫ് പറക്കും അല്ലേ. അപ്പൊ അത്രത്തോളം ഡാൻഡ്രഫ് നമുക്ക് ഉണ്ടാവും. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തല നനയ്ക്കാതിരിക്കുന്ന അവസരത്തിലാണ് ഇത്രത്തോളം ഡാൻഡ്രഫ് ഉണ്ടാവുന്നത്. എത്ര തന്നെ ശ്രദ്ധിച്ചാലും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത്. അപ്പം ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഹെയർ വാഷ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ കെയർ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. ഇത് ഡെയിലി ചെയ്യാമെന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അടുപ്പിച്ച് തല നനയ്ക്കാതിരിക്കുന്ന സമയത്ത് നമ്മുടെ തലയിൽ നല്ലപോലെ പുറ്റ് കണക്കിന് ഡാൻഡ്രഫ് ഉണ്ടാവും. അതെങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാം, അതെങ്ങനെ റിമൂവ് ചെയ്യാം, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതായത് പറ്റുന്നുണ്ടെങ്കിൽ ഇത് വീക്ക്ലി വൺസ് നമുക്ക് ഫോളോ ചെയ്യാവുന്ന കാര്യവും കൂടെയാണ്. ഇത് വീക്ക്ലി വൺസ് യൂസ് ചെയ്യുന്നത് കൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല. ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഡാൻഡ്രഫിനെ നമ്മുടെ ഹെയർ സ്കാൽപ്പിൽ നിന്ന് വാഷ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇനി കൂടുതൽ അത് പറയാനൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. വീക്ക്ലി വൺസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീക്ക്ലി വൺസ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ഡാൻഡ്രഫ് ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. ഇതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും ചെയ്യാം കേട്ടോ. ഇന്ന ആൾക്ക് മാത്രം അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് മാത്രമേ ചെയ്യാവൂ അങ്ങനെയൊന്നുമല്ല. ഇത് ആൺകുട്ടിക്കായാലും പെൺകുട്ടിക്കായാലും ഒരുപോലെ ചെയ്യാവുന്ന കാര്യമാണ്, ഒരുപോലെ ഫോളോ ചെയ്യാൻ പറ്റിയ കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സ്ഥിരമായി നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ഹെയർ ഓയിൽ ഏതാണോ അത് നമ്മൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഹെയർ ഓയിൽ ഏതാണോ അത് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. ഇപ്പൊ സ്ഥിരമായിട്ട് കാച്ചി എണ്ണ തേക്കുന്നവരുണ്ടായിരിക്കും, പാരച്യൂട്ടിന്റെ ചെറിയ ബോട്ടിൽ എണ്ണ വാങ്ങി യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും, അല്ലാതെ ഏതെങ്കിലും റെഡിമെയ്ഡ് ഓയിൽസ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുമല്ലോ, അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരായിരിക്കും. ഏത് വെളിച്ചെണ്ണയായാലും നിങ്ങളുടെ തലയിൽ അപ്ലൈ ചെയ്യുന്ന ഹെയർ ഓയിൽ ഏതാണോ അത് നിങ്ങൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. സ്കാൽപ്പിൽ മാത്രമല്ല നിങ്ങളുടെ ഹെയറിലും കൂടെ തന്നെ അപ്ലൈ ചെയ്യുക. ഇപ്പൊ സ്ഥിരമായിട്ട് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കും, നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യും, കുളിക്കും, അങ്ങനെയല്ലേ. നമ്മൾ സ്ഥിരമായി എടുക്കുന്ന ക്വാണ്ടിറ്റിയിൽ നിന്നും കുറച്ചുകൂടെ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് കുറച്ചുകൂടെ കൂടുതൽ എണ്ണ നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലുമായിട്ട് അപ്ലൈ ചെയ്യണം. ഹെയറിലും നല്ലപോലെ ഡേർട്ട് കാണും, ഡാൻഡ്രഫിന്റെ ചെറിയ ചെറിയ ഫ്ലേക്സുകൾ ഒട്ടിപ്പിടിച്ച് നിൽക്കും. അതെല്ലാം നമുക്ക് ക്ലിയർ ആക്കണം. നമ്മുടെ ഹെയറും നല്ലപോലെ ഡസ്റ്റ് ഫ്രീ അല്ലെങ്കിൽ എന്താ പറയുക ഡേർട്ട് ഫ്രീ ആക്കണം. അപ്പം നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്യുക. കുറച്ചുകൂടെ ഓയിൽ എക്സ്ട്രാ തന്നെ അപ്ലൈ ചെയ്യുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മസാജിങ് ചെയ്യാം. അതായത് 10 to 20 മിനിറ്റ്സ് വരെ നമ്മൾ അപ്ലൈ ചെയ്ത ഹെയർ ഓയിൽ സ്കാൽപ്പിൽ ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മസാജ് ചെയ്തുകൊണ്ടിരിക്കാം. മസാജ് ചെയ്യുമ്പോൾ ഒരുപാട് ഫോഴ്സ് കൊടുത്തോ അല്ലെങ്കിൽ പ്രഷർ കൊടുത്തോ ഒന്നും മസാജ് ചെയ്യേണ്ട. നമ്മുടെ ഫിംഗറിന്റെ ടിപ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ വളരെ ലൈറ്റായിട്ട്, വളരെ മൈന്യൂട്ടായിട്ട്, വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. അത് മാക്സിമം പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ്സ്, 10 to 15 മിനിറ്റ്സ് അത്രയും സമയം വരെ മതി.
അതിനുശേഷം നമ്മുടെ ഹെയർ, പെൺകുട്ടികളാണെങ്കിൽ നീളത്തിലെ തലമുടി കാണും, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കെട്ടിവെക്കുക. ആൺകുട്ടികളാണെങ്കിൽ അങ്ങനെ തന്നെ ലീവ് ചെയ്തേക്കുക, കുഴപ്പമില്ല. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാജിങ് ആണ്. ഒരു 10 to 15 മിനിറ്റ്സ് വരെ മസാജ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട്. ചിലപ്പോൾ നമുക്ക് ഡൗട്ട് തോന്നാം, നമ്മുടെ എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്താൽ നല്ലതല്ലേ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഞാൻ പറയുന്ന ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എണ്ണ ചൂടാക്കരുത്. ഒരു ഹോട്ട് ഓയിൽ മസാജ് നമ്മളിവിടെ ചെയ്യുന്നില്ല, കാരണം നമ്മളൊരു ഹെയർ പാക്കും കൂടെ അപ്ലൈ ചെയ്യുകയാണ്. അപ്പം ഒരു ചൂടും ഒരു തണുപ്പും ഈ ഒരു കോമ്പിനേഷൻ നമ്മുടെ സ്കാൽപ്പിൽ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നത് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ ഈ പറയുന്ന കാര്യം ഫോളോ ചെയ്യുന്നവർ അതുപോലെ തന്നെ ചെയ്യുക. ഓയിലൊന്നും ചൂടാക്കിയിട്ട് തലയിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, നമ്മുടെ സ്കാൽപ്പിൽ നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഓയിൽ കുറച്ചുകൂടെ എക്സ്ട്രാ ക്വാണ്ടിറ്റിയിൽ നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഒരു 10 to 15 മിനിറ്റ്സ് വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലൈറ്റ് മസാജ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹെയർ പാക്ക് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. 2 ഇൻഗ്രീഡിയൻറ്റേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് എഗ്ഗും ഒന്നെന്ന് പറയുന്നത് അലോവേറയും ആണ്. കറ്റാർവാഴ അതിൻ്റെ പച്ചയ്ക്കുള്ള, അതായത് നമ്മൾ വീട്ടിൽ നട്ടിട്ട് അടർത്തിയെടുക്കുന്ന ആ ഒരു തണ്ട് തന്നെ എടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതൊട്ടും കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അലോവേറയുടെ റെഡിമെയ്ഡ് ജെല്ല് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുമ്പോൾ തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്ന വിധം എന്ന് പറഞ്ഞാൽ, നമ്മൾ എഗ് വെയിറ്റ് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. ഒരു ബൗളിലേക്ക് എഗ് വെയിറ്റ് മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. അതിലേക്ക് കറ്റാർവാഴയുടെ ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ജെല്ല് ആഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് ജസ്റ്റ് ഒന്ന് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഒരു ജാറിലിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഒരു ജാറിലിട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതിന് ശേഷം നമ്മൾ ഇത് എഗ് വെയിറ്റിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കുന്ന വിധം ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. വളരെ ഈസിയാണ്. ഇനി ജെല്ല് യൂസ് ചെയ്യുന്ന, റെഡിമെയ്ഡ് ജെല്ല് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ബൗളിലേക്ക് എഗ് വെയിറ്റ് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 2 to 3 സ്പൂൺ അലോവേറ ജെല്ലും കൂടെ യൂസ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റ് ആക്കി മിക്സ് ചെയ്തെടുക്കുക. നല്ല ക്രീമി ടെക്സ്ചറിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു ക്വാണ്ടിറ്റി മാത്രമേ അത് കാണുള്ളൂ. ഹെയറിലോട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നല്ലപോലെ വാഷ് ചെയ്ത് കളയും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മുടെ സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്യുന്ന ക്വാണ്ടിറ്റിയിലാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാൻ എടുത്ത ആ ഒരു ടൈം മതി. നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത ആ ഒരു ഓയിൽ നമ്മുടെ സ്കാൽപ്പിലേക്ക് നല്ലപോലെ അബ്സോർബ് ആവാനായിട്ട്, നമ്മുടെ ഹെയറിലും അതിൻ്റെ ഗുണങ്ങൾ കിട്ടാനായിട്ട് ആ ഒരു ടൈം മതി. അപ്പോൾ ഈ ഹെയർ പാക്ക് തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ഓരോ പാർട്ടീഷൻസും നമ്മൾ ഹെയറിൽ എടുക്കുക. അതിനുശേഷം നമ്മുടെ സ്കാൽപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഹെയറിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കേണ്ട. സ്കാൽപ്പിലല്ലേ നല്ലപോലെ ഡാൻഡ്രഫ് വരുന്നത്. അപ്പം സ്കാൽപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്രയ്ക്കുള്ള ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളൂ. ഇനി നമ്മൾ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 10 to 15 മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്യുക. അതായത് ഈ ഒരു ഹെയർ പാക്ക് നല്ലപോലെ സ്കാൽപ്പിലൊക്കെ അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂസ് നല്ലപോലെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നവരെ നല്ലപോലെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇത് നമ്മൾ വൈകിട്ട് ഒക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് താമസിക്കുമായിരിക്കും നമ്മുടെ ആ ഒരു സ്കാൽപ്പിലേക്ക് നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വരാനായിട്ട്. ഒരുപാട് ഡ്രൈ ആവാൻ നിൽക്കരുത്. ഒരു 10 to 15 മിനിറ്റ്സ്, അതാണ് ആ ഒരു ടൈം എന്ന് പറയുന്നത്. അത്രയും നേരം മാത്രം ഒന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10 to 15 മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇത് നല്ലപോലെ വാഷ് ചെയ്ത് കളയണം. അതായത് നമ്മളൊരു 3-4 ദിവസം കൊണ്ട് തല നനയ്ക്കാതിരിക്കുകയാണ്. അപ്പം നല്ലപോലെ അഴുക്കൊക്കെ കാണും. അത് കംപ്ലീറ്റ് നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളയണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ട പ്രൊസീജിയർ അല്ലെങ്കിൽ നെക്സ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷാംപൂയിങ് ആണ്. നിങ്ങൾ ഏത് ഷാംപൂ ആണോ യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ആ ഷാംപൂ യൂസ് ചെയ്യാം. സ്ഥിരമായി നിങ്ങൾ ഏത് ഷാംപൂ ആണോ യൂസ് ചെയ്യുന്നത് അത് എടുക്കുക. അത് ഇപ്പോൾ ഒരു സാഷറ്റ് വാങ്ങിച്ചാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ, ബോട്ടിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ, എന്തായാലും കുറച്ച് കൂടുതൽ എന്ന് പറഞ്ഞാൽ അധികമല്ല, സ്ഥിരം യൂസ് ചെയ്യുന്നതിൽ നിന്നും ഒരു കുറച്ചും കൂടെ കൂടുതൽ എടുക്കുക. നല്ലപോലെ സ്കാൽപ്പിലും അപ്ലൈ ചെയ്ത് നല്ല ഹെയറും നല്ലപോലെ പതഞ്ഞ് നല്ല പത വരണം. നമ്മൾ തേച്ച എല്ലാ ഹെയർ ഓയിലും കംപ്ലീറ്റ് നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് മാറി വരണം. ആ രീതിയിൽ നല്ലപോലെ പതപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മളത് വാഷ് ചെയ്ത് കളയണം. അങ്ങനെ നല്ലപോലെ പതപ്പിച്ച് നല്ലപോലെ നമ്മുടെ സ്കാൽപ്പിലെ ഡാൻഡ്രഫും ഓയിലും നമ്മൾ അപ്ലൈ ചെയ്ത ഹെയർ പാക്കും ഇതെല്ലാം നല്ലപോലെ വാഷ് ചെയ്ത് വരുന്ന രീതിയിൽ പതപ്പിച്ച് നല്ലപോലെ ഷാംപൂ ചെയ്ത് നല്ലപോലെ വെള്ളം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. ഷാംപൂവിൻ്റെ കണ്ടന്റ് നമ്മുടെ സ്കാൽപ്പിലോ ഹെയറിലോ ഇരിക്കാതെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വാഷ് ചെയ്യണം.
ഷാമ്പു ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയർ നല്ലപോലെ ഉണക്കുക. ഹെയർ ഡ്രയറും അതൊന്നും യൂസ് ചെയ്യാതെ നാച്ചുറലി തന്നെ ഹെയർ നല്ലപോലെ ഉണക്കിയെടുക്കുക. തോർത്തി തന്നെ നല്ലപോലെ ഉണക്കിയെടുക്കുക. ഈ ഷാമ്പു ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഉന്മേഷമായിരിക്കും. നല്ലൊരു എനർജറ്റിക് ഫീല് നമുക്കുണ്ടാവും. എന്തോ നമ്മൾ സ്വർഗത്തെത്തിയതുപോലെ ഭയങ്കര ഒരു ഉന്മേഷമായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് തോന്നും. കാരണം നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് 4 ദിവസമൊക്കെ തല നനയ്ക്കാതിരിക്കുന്നതല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ നല്ലപോലെ ഒന്ന് റിഫ്രഷ് ആവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നല്ലപോലെ ഡീപ്പ് ഓയിലിംഗ് ചെയ്ത് നല്ലപോലെ മസാജ് ചെയ്ത് നല്ലപോലെ ഷാമ്പൂ ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഉന്മേഷമായിരിക്കും. അത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും ആ ഒരു ഫീലിംഗ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ തലയിൽ ഉണ്ടാവുന്നത്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തല നനയ്ക്കാതിരിക്കുന്ന ദിവസങ്ങളിൽ പുറ്റ് പിടിച്ച് ഡാൻഡ്രഫ് വരുന്ന സമയത്ത് നമ്മൾ ഡാൻഡ്രഫ് റിമൂവ് ചെയ്യേണ്ട ഒരു മെത്തേഡ്, നല്ലൊരു മെത്തേഡ് ഇങ്ങനെയാണ്. ഇത് ചിലപ്പോൾ നമ്മൾ പാർലറിൽ പോയാലും ചിലപ്പോൾ നമുക്ക് ഇതുപോലെ ഹോട്ട് ഓയിൽ മസാജ് ഒക്കെ ചെയ്ത് സ്റ്റീമൊക്കെ ചെയ്ത് നല്ലപോലെ ഹെയർ വാഷ് ചെയ്ത് തരും. എന്നാലും നമുക്കിത് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു നല്ല മെത്തേഡ് തന്നെയാണ്. ഇത്രയും കാര്യം ചെയ്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യവും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പ് നല്ല വൃത്തിയായി കഴുകി ഉപയോഗിക്കുക. അതായത് ഇപ്പം നമ്മുടെ സ്കാൽപ്പും ഹെയർ എല്ലാം നല്ല കഴുകി അതിൽ ഡേർട്ട് എല്ലാം കളഞ്ഞു. ഇനി വീണ്ടും നമ്മൾ അഴുക്ക് പിടിച്ച കോമ്പെടുത്ത് വീണ്ടും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് വീണ്ടും കൂടുതൽ ഡാൻഡ്രഫ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീണ്ടും ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ കോമ്പ്, നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പ് നല്ല കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുക. രണ്ടാമത്തത് നമ്മുടെ ടവല്, നമ്മൾ കുളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന നമ്മുടെ ടവലും അതുപോലെ ഡെയിലി കഴുകി യൂസ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ഹൈജീൻ്റെ ഭാഗമാണ്. എന്നാലും നമ്മുടെ ഡാൻഡ്രഫ് വരുന്നതിൻ്റെ ഒരു കാരണവും കൂടെയാണ് ഞാൻ പറയുന്നത്. അപ്പം ഇതെല്ലാം കഴുകി കളഞ്ഞിട്ട് വീണ്ടും ഈ തോർത്തിലിരിക്കുന്ന ഡാൻഡ്രഫ് കൊണ്ട് വീണ്ടും തലയിൽ കൊണ്ടുവന്ന് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും അത് എക്സ്ട്രാ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടവല് നമുക്ക് കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കാം. ഇനി ലാസ്റ്റ് 3ാമത്തെ കാര്യം എന്ന് പറയുന്നത്, എപ്പോഴാണ് നമുക്ക് ഇനി അടുത്ത തലയിൽ എപ്പോഴാണ് എണ്ണ തേക്കേണ്ടത്, അതായത് ഹെയർ ഓയിൽ ഇനി അടുത്ത എന്നാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇന്ന് നമ്മൾ ഷാമ്പൂ ചെയ്തെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട. ഒരു ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത വീണ്ടും ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാം. വലിച്ചു വാരി തേക്കരുത്. വളരെ ചെറിയൊരു എമൗണ്ടിലാണ് നമ്മൾ എപ്പോഴും ഹെയർ ഓയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാനായിട്ട്. മുടിയിലോട്ട് അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞ് മുടിയിൽ നമുക്ക് നീളം വെക്കുകയോ കട്ടി വെക്കുകയോ ചെയ്യില്ല. നമ്മുടെ സ്കാൽപ്പിലാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇപ്പം 3-4 ദിവസം നമ്മുടെ തല നനയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, കുളിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ചെയ്യേണ്ട ആ ഒരു മെത്തേഡ് ഇതൊക്കെയാണ്. തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. ആർക്കും ഒരു സ്കിൻ അലർജീസോ അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻസോ അങ്ങനെയൊന്നും വരുന്ന ഒരു കാര്യങ്ങളും ഞാനിതിൽ പറഞ്ഞിട്ടില്ല. അകപ്പാടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു കെമിക്കൽ ഐറ്റം എന്ന് പറയുന്നത് ഷാമ്പു മാത്രമാണ്. ഹെയർ പാക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം, പക്ഷേ വീക്ക്ലി വൺസ് മാത്രം യൂസ് ചെയ്യുക. ഡെയിലി ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹെയർ ചകിരി പോലത്തെ ആ ഒരു ടെക്സ്ചറിലോട്ട് മാറും. പെട്ടെന്ന് ഡ്രൈ ആവുന്ന ഒരു ഹെയർ പാക്കാണ്. എഗ് വൈറ്റ് മാത്രം നമ്മൾ സ്ഥിരമായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഈ ഒരു ഹെയർ പാക്ക് ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യരുത്. വീക്ക്ലി വൺസ് മാത്രം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള അവസരങ്ങൾ എല്ലാവർക്കും വരും. അതായത് കണ്ടിന്യൂസ് ആയിട്ട് തല നനയ്ക്കാൻ പറ്റാത്ത വരുന്ന ദിവസങ്ങളൊക്കെ എല്ലാവർക്കും ജീവിതത്തിലുള്ള ദിവസങ്ങളാണ്. ഇതുപോലെ ഡാൻഡ്രഫ് പുറ്റുപോലെ വരുന്നതും എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ദിവസങ്ങൾ തന്നെയാണ്, ഉണ്ടാവുന്ന ദിവസങ്ങൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ ദിവസങ്ങളിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ ദയവ് ചെയ്തൊന്ന് ഷെയർ ചെയ്ത് തരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറക്കാതെ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സമാധാനത്തിലിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക, നല്ല നല്ല ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിരിക്കുക.